യൂണിറ്റ് 3 ഹൗ മെനി നമ്പേഴ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ കുട്ടികളെല്ലാരും കൂടി സ്റ്റഡി ടൂർ പോണ പിക്ചർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. മിത്ര ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ട് ദെയർ സ്റ്റഡി ടൂർ ടുഡേ. ദേ ആർ ഗോയിങ് ടു എറണാകുളം ബൈ ട്രെയിൻ. അവരെങ്ങോട്ടാ പോകുന്നത്? എറണാകുളത്തേക്കാണ്, ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. See the notes and coins given to buy tickets for the train journey. How much money was given in all? ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് വാങ്ങിയ ടിക്കറ്റ്സിന് അവർ കൊടുത്ത നോട്ട്സും കോയിൻസും ആണ് കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഹൗ മച്ച് മണി വാസ് ഗിവൺ ഇൻ ഓൾ? മൊത്തം അവർ എത്ര രൂപയാണ് കൊടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 500 റുപ്പി നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, 100 റുപ്പി നോട്ട്സ് ഉണ്ട്, 10 റുപ്പി നോട്ട്സ് ഉണ്ട്, 1 റുപ്പി കോയിൻസും ഉണ്ട്. എത്ര 500 റുപ്പി നോട്ട്സ് ഉണ്ട്? 6 500 റുപ്പി നോട്ട്സ് ഉണ്ട് അല്ലെ. അത് എത്രയാണ് ടോട്ടൽ വരിക? 6 500 റുപ്പി നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. 2 500 റുപ്പി നോട്ട്സ് പറഞ്ഞാൽ 1000 ആണ്. അപ്പൊ 6 500 റുപ്പി നോട്ട്സ് എത്രയാ വരിക? 3000 വരും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 6 into 500 ചെയ്യാം അല്ലെ. നമുക്കറിയാം 6 into 5 എത്രയാ? 6 5s are 30 ആണ്. പിന്നെ 500-ലെ 2 zeros-ഉം അങ്ങനെ എത്രയാ വരിക? 3000 എന്ന് വരും. അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന 100 റുപ്പി നോട്ട്സ് ആണ്. അത് എത്രയാണ്? 12 100 റുപ്പി നോട്ട്സ് ഉണ്ട്. അപ്പൊ എത്രയാ വരിക? 12 into 100 എന്ന് പറഞ്ഞാൽ 1200. നെക്സ്റ്റ് 10 റുപ്പി നോട്ട്സ് ആണ്. 10 റുപ്പി നോട്ട്സ് 12 ഉണ്ട്. 120 ആണ് വരിക അല്ലെ. ദെൻ 1 റുപ്പി കോയിൻസ് എത്ര? 4 അല്ലേ. അപ്പൊ എത്രയാ? 4. ടോട്ടൽ എമൗണ്ട് കണ്ടെത്തണം കേട്ടോ. 100 റുപ്പി നോട്ട്സ് നമ്മൾ ആഡ് ചെയ്തപ്പോ 3000 കിട്ടി. 100 റുപ്പി നോട്ട്സ് ആഡ് ചെയ്തപ്പോ 1200 ആണ്. 10 റുപ്പി നോട്ട്സ് 120, 1 റുപ്പി കോയിൻ 4. അപ്പൊ 4. ടോട്ടൽ എമൗണ്ട് കാണാം 3000 പ്ലസ് 1200 പ്ലസ് 120 പ്ലസ് 4. എത്രയാ വരിക? 3000-ഉം 1200-ഉം കൂടി ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക? 1000 പ്ലസ് 1000 4000, 4200 കിട്ടും അല്ലെ. 4000-ന്റെ കൂടെ 200-ഉം കൂടി വന്ന 4200. ദെൻ 120 ആഡ് ചെയ്താൽ എത്രയാ വരിക? 4200-ന്റെ കൂടെ 120 ആഡ് ചെയ്താൽ 4320 വരും. 4 ആഡ് ചെയ്താൽ 4324. The tourist centers. See a board at the railway station. It gives the distances from Ernakulam to various tourist centers in India. റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബോർഡ് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. It gives the distances from Ernakulam to various tourist centers in India. എറണാകുളത്ത് നിന്നും ഇന്ത്യയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്ലേസ് കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഹിൽ പാലസ് 11 കിലോമീറ്റർ, ഗോവ 744 കിലോമീറ്റർ, മൈസൂര് 385 കിലോമീറ്റർ, കന്യാകുമാരി 307 കിലോമീറ്റർ, ഹൈദരാബാദ് ഫിലിം സിറ്റി 1112 കിലോമീറ്റർ, റെഡ് ഫോർട്ട് 2592 കിലോമീറ്റർ, താജ്മഹൽ 2424 കിലോമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എറണാകുളത്തിൽ നിന്ന് ടൂറിസ്റ്റ് സെന്റേഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വിച്ച് ഈസ് ദ ഫാർത്തസ്റ്റ് ടൂറിസ്റ്റ് സെന്റർ? ഏറ്റവും അകലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണെന്നാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഏതാ നോക്കിയാൽ പോരെ. ഏതാണ്? റെഡ് ഫോർട്ട് ആണ് അല്ലെ. ഡിസ്റ്റൻസ് എത്രയാ? 2592 കിലോമീറ്റർ ആണ്. അപ്പൊ ആൻസർ ചെയ്ത റെഡ് ഫോർട്ട് എന്ന് കേട്ടോ. ആൻഡ് ദ നിയറസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും അടുത്തുള്ള ടൂറിസ്റ്റ് സെന്റർ ഏതാണ് കേട്ടോ. അപ്പൊ ഏതാണ്? ഡിസ്റ്റൻസ് 11 കിലോമീറ്റർ അല്ലെ, കുറവുള്ളത്. അപ്പൊ ഹിൽ പാലസ് ആണ് അല്ലെ. ഹിൽ പാലസ് എന്ന് എഴുതുക. അറേഞ്ച് ദീസ് ഇൻ ഓർഡർ ഫ്രം ദ ഫാർത്തേസ്റ്റ് ടു ദ നിയറസ്റ്റ്. അകലെയുള്ളതിൽ നിന്ന് അടുത്തുള്ളതിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്ലേസും എഴുതണം, ഡിസ്റ്റൻസും എഴുതണം കേട്ടോ. ഫസ്റ്റ് ഏതാ വരിക? റെഡ് ഫോർട്ട് ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 2592 കിലോമീറ്റർ. അടുത്തത് താജ്മഹൽ. താജ്മഹൽ ഡിസ്റ്റൻസ് എത്രയാ? 2424 കിലോമീറ്റർ. പിന്നെ ഹൈദരാബാദ് ഫിലിം സിറ്റി ആണ് 1112 കിലോമീറ്റർ. നെക്സ്റ്റ് ഗോവ 744 കിലോമീറ്റർ. നെക്സ്റ്റ് മൈസൂര് 385 കിലോമീറ്റർ. അടുത്തത് കന്യാകുമാരി 307 കിലോമീറ്റർ. ദെൻ ഹിൽ പാലസ്. ഹിൽ പാലസ് ഡിസ്റ്റൻസ് എത്രയാ? 11 കിലോമീറ്റർ. ഇങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് കാസിലാണ്. ലെറ്റ്സ് ഗോ ടു ദ അതർ സൈഡ്. ദർ ഈസ് എ റാം. നമുക്ക് മറുവശത്ത് കൂടി കയറാം, അവിടെ റാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ചിൽഡ്രൻ ആർ വെയിറ്റിംഗ് ഇൻ എ ലൈൻ ടു എൻ്റർ ദ കാസിൽ. കൊട്ടാരത്തില് കയറാനായിട്ട് കുട്ടികളെ വരിവരിയായി നിൽക്കുകയാണ്. ദ ടിക്കറ്റ്സ് ഹാവ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ ടിക്കറ്റുകള് തുടർച്ചയായ നമ്പറുകളാണ് ഉള്ളത്. മിത്ര ഈസ് ഫസ്റ്റ് ഇൻ ദ ലൈൻ ആൻഡ് ഹെർ നമ്പർ ഈസ് 2986. മിത്ര ഒന്നാമതാണ് നിൽക്കുന്നത് ലൈനിൽ. അവളുടെ നമ്പർ എത്രയാണ്? 2986 ആണ്. സാന്ദ്രയുടെ നമ്പർ 3010 ആണ് കേട്ടോ. ഇനി ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫ്രം മിത്ര ടു സാന്ദ്ര, ഹൗ മെനി ചിൽഡ്രൻ ആർ ഇൻ ദ ലൈൻ? മിത്ര മുതൽ സാന്ദ്ര വരെ ആ ലൈനിൽ എത്ര കുട്ടികളാണ് ഉള്ളത് എന്നാണ് കേട്ടോ. മിത്രയുടെ നമ്പർ നമുക്കറിയാം 2986 ആണ്. സാന്ദ്രയുടെ നമ്പർ 3010 ആണ് അല്ലെ. എത്ര ചിൽഡ്രൻ ഉണ്ട് ലൈനിൽ എന്നുള്ളത് എങ്ങനെയാ കാണുക? 3010-ൽ നിന്ന് 2986 കുറച്ച് +1 ചെയ്താൽ മതി അല്ലെ. ഹയസ്റ്റ് നമ്പർ മൈനസ്
ലോവസ്റ്റ് നമ്പർ പ്ലസ് 1. എത്രയാ വരിക? 25 എന്ന ആൻസർ കിട്ടും കേട്ടോ. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇഷാൻ ഹു സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് സാന്ദ്ര? അതായത് സാന്ദ്രയുടെ മുന്നിൽ നിൽക്കുന്ന ഇഷാന്റെ നമ്പർ എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സാന്ദ്രയുടെ നമ്പർ നമുക്കറിയാം 3010 ആണെന്ന് അല്ലേ. അപ്പൊ ഇഷാന്റെ നമ്പർ എത്രയാ? മുന്നിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 3009 ആയിരിക്കുമല്ലോ. 3009 ആണ്. നെക്സ്റ്റ് റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഫ്രണ്ട് ആൻഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ വൺ വിത്ത് നമ്പർ 3010. 3010ന്റെ മുന്നിലും പിന്നിലും ഉള്ള നമ്പർ ഏതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഫ്രണ്ട് നമ്മൾ നേരത്തെ എഴുതിയല്ലോ, എത്ര? 3009 ആണ്. ബാക്കില് ഏതാ നമ്പർ വരിക? 3011 ആണ് അല്ലെ. ദെൻ സ്റ്റാർട്ടിംഗ് ഫ്രം ദ നമ്പർ ജസ്റ്റ് ബിഹൈൻഡ് 3010 വാട്ട് ഈസ് ദ 20th നമ്പർ? 3010ന്റെ പിന്നിലുള്ള നമ്പറിൽ നിന്ന് തുടങ്ങി 20ാമത്തെ നമ്പർ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 3010ന്റെ പിന്നിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 3011 ആണ് അല്ലെ. അപ്പൊ 3011 തൊട്ടിട്ട് 20th വരുന്ന നമ്പർ എത്ര വരിക? എന്ത് ചെയ്താൽ മതി? 3011ന്റെ കൂടെ ഒരു 19 ആഡ് ചെയ്താൽ പോരെ. അതുകൊണ്ടാണ് ഈ 19 ആഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. എന്താണ്? 3011 ആണ് ഫസ്റ്റ് നമ്പർ അല്ലെ. അപ്പൊ 20th നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? 19 നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20th നമ്പർ കിട്ടും. അപ്പൊ എത്രയാ വരിക? 3030 ആണ് അല്ലെ കിട്ടുക. 3030 എന്ന് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നമ്പർ ഓഫ് മജു ഹു ഈസ് ദ 15th ഇൻ ദ ലൈൻ. അതായത് വരിയില് 15ാമത് നിൽക്കുന്ന മജുവിന്റെ നമ്പർ ഏതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് നിൽക്കുന്ന ആളുടെ നമ്പർ നമുക്കറിയാം അല്ലെ. മിത്രയുടെ നമ്പർ എത്രയാ? 2986 ആണ്. അപ്പൊ 15th നമ്പർ കാണണമെങ്കിൽ എന്താ ചെയ്താൽ മതി? 2986ന്റെ കൂടെ 14 ആഡ് ചെയ്താൽ പോരെ. അപ്പൊ 14 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ വരിക? 3000 കിട്ടും അല്ലെ. വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. സാന്ദ്രയുടെ നമ്പർ 3010 ആണ്. അത് ലൈനിൽ 25th നിൽക്കുന്ന കുട്ടിയാണ് അല്ലെ. അപ്പൊ 15th നിൽക്കുന്ന കുട്ടീനെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3010ൽ നിന്ന് 10 കുറച്ചാൽ പോരെ. അപ്പൊ നമുക്ക് 3000 കിട്ടൂലോ. അങ്ങനെയും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം 2986 ടു 3010 ഇൻ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാ? 2986 തൊട്ടിട്ട് 3010 വരെ ഓർഡറിൽ എഴുതുക കേട്ടോ. 2986, 2987, 2988, then 2989, then 2990, 2991, 2992, 2993, 2994, 2995, 2996, 2997, 2998, 2999, then 3000, 3001, 3002, 3003, 3004, 3005, 3006, 3007, 3008, 3009, 3010. ഇങ്ങനെ എഴുതുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.